എല്ലാവർക്കും ടെക്സാറ്റ് ഫുഡിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കേരളാവിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ കൂടെ അവർ വോയിസ് സർവീസ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ അത് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ അതുപോലെ തന്നെ മോഡം കോൺഫിഗറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 25 ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് അവർ വോയിസ് ലോഞ്ച് ചെയ്തു. അതിനുശേഷം April 2 കസ്റ്റമേഴ്സിന് നമുക്ക് അവൈലബിൾ ആക്കി തുടങ്ങി. April 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3rd 4th ഒക്കെയാണ് എല്ലാവർക്കും കിട്ടി തുടങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കാരണം ഞാൻ അതിൻ്റെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ കോൺഫിഗറേഷൻ അടക്കം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒട്ടും മിസ് ചെയ്യാതെ എല്ലാവരും കാണുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഡെമോൺസ്ട്രേഷനോടെ ഒന്ന് കാണാം. അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്ലാൻസ് പിന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിൻ്റെ ഡെമോൺസ്ട്രേഷനും ഇൻസ്റ്റാളേഷനൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മോഡം. നെറ്റ്ലിങ്കിൻ്റെ HG323 എന്ന് പറയുന്ന മോഡമാണ്. ഓക്കെ, മോഡത്തിൽ നിന്ന് ലാൻഡ് ഫോൺ പോർട്ടിൽ നിന്നുള്ള കേബിൾ ഞാൻ ഡയറക്റ്റ് എടുത്തിട്ട് ലാൻഡ് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബീറ്റലിൻ്റെ ഒരു നോർമൽ ഫോണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കോളർ ഐ ഡി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫെസിലിറ്റി നമുക്ക് കിട്ടും. നമുക്കൊന്ന് ജസ്റ്റ് ഡയൽ ചെയ്ത് നോക്കാം നമ്പറിലേക്ക്. അപ്പോൾ എനിക്ക് അലോട്ട് ചെയ്തേക്കുന്ന നമ്പർ ഇതാണ് 0479208030. അപ്പോൾ ഇതാണ് എനിക്ക് അലോട്ട് ചെയ്തേക്കുന്ന നമ്പർ. നമുക്ക് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഡയൽ ചെയ്ത് നോക്കാം. യെസ്, റിങ് ചെയ്ത് തുടങ്ങി. ഓക്കെ, നമുക്കിപ്പോൾ ഒന്ന് കോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈലിലേക്ക് ഒന്ന് തിരിച്ച് വിളിച്ച് നോക്കാം. ഞാൻ എൻ്റെ മൊബൈലിലേക്ക് മൊബൈലിലേക്ക് തന്നെ തിരിച്ച് വിളിക്കുകയാണ്. ഓക്കെ, നമുക്ക് കോൾ വന്നിട്ടില്ല. യെസ്, കോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് എടുക്കുന്ന സമയത്ത് ഒരു ക്യാഫ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതിനകത്ത് വോയിസിനുള്ള കോളം നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ LCയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ക്യാഫോട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് വീണ്ടും ഒരു കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിനകത്ത് കൃത്യമായിട്ട് വോയിസിൻ്റെ നമ്മുടെ STD കോഡ് അതുപോലെ തന്നെ വോയിസിൽ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് STD, കോൾ ഫോർവേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ആ ഒരു കാഫ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഒത്തിരി മുൻപ് എടുത്ത കണക്ഷനായിരുന്നു കേരളാവിഷൻ ബ്രോഡ്ബാൻഡ്. ഏതാണ്ട് 2000 ഇത് സ്റ്റാർട്ടിങ് ടൈമിൽ പറ്റ എടുത്താണ്. അപ്പോൾ അതിനകത്ത് അന്ന് വോയിസിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു LCയ്ക്ക്. അതിനുശേഷം നമ്മൾ കേരളാവിഷൻ്റെ സൈറ്റിൽ കയറി നോക്കി. അപ്പോൾ വോയിസിൻ്റെ പ്ലാൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിൽ കിടക്കുന്നത് പഴയ പ്ലാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ LCയെ കോൺടാക്ട് ചെയ്തു. അവരോട് പറഞ്ഞു എനിക്ക് അതിൽ പ്ലാൻ ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ LCയ്ക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കേരളാവിഷനിൽ വിളിച്ചു, പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു. അതിനുശേഷം LCയോട് ആ ഒരു പ്ലാൻ റീചാർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. LC പ്ലാൻ റീചാർജ് ചെയ്തതിന് ശേഷം ആണ് LCയെ തന്നെയാണ് നമുക്ക് വോയിസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ടത്. LCയോട് റിക്വസ്റ്റ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു 6 hours ആക്ടിവേഷൻ ചെയ്തു തരാം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഫസ്റ്റ് തുടക്കമായതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായി. 6 hours എന്നുള്ളത് കുറച്ച് ഡിലേ വന്നു. എന്നാൽ കൂടി എനിക്ക് തോന്നുന്നു പ്രൈമറി ആയിട്ട് കിട്ടിയ കണക്ഷൻ്റെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കണക്ഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ റൗട്ടർ എങ്ങനെ കോൺഫിഗർ ചെയ്യാം വോയിസിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക,
അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൂടെ ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആണെന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്കാം. ഓക്കെ, ആ ഒരു സപ്പോർട്ടൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ കോൺഫിഗറേഷനിൽ പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രൗസർ എടുത്തതിന് ശേഷം നിങ്ങളുടെ റൗട്ടറിൻ്റെ IP അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ എൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് 192.168.0.1 ആണ്. ഞാനിപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ പേജിലേക്ക് വന്ന് ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്ത് അതിൻ്റെ ക്യാപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൗട്ടറിലേക്ക് ലോഗിൻ ആവും. റൗട്ടറിലേക്ക് ലോഗിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻ്റർനെറ്റ് സെറ്റിങ്സ് ഒക്കെ നമ്മൾ റൗട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വോയിസിൻ്റെ സെറ്റിങ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് വോയിസ് സർവീസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടത്, ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൗട്ടറിൽ നെറ്റ്വർക്ക് എന്നുള്ള കോളം നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സ്റ്റാറ്റസിന് ശേഷം കാണുന്ന നെറ്റ്വർക്ക് എന്ന് കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സെറ്റിങ്സാണ് അതിനകത്ത് കാണുന്നത്. അതിൽ മുകളിൽ വോയിസ് ഇൻ്റർനെറ്റിന് അവിടെ ഇൻ്റർനെറ്റ് എന്നായിരിക്കും, അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ സർവീസ് മോഡ് ഉണ്ടാവും. അവിടെ ഇൻ്റർനെറ്റ് എന്നായിരിക്കും നിങ്ങളുടെ മോഡത്തിൽ കിടക്കുന്നുണ്ടാവും. അത് മാറ്റിയതിന് ശേഷം വോയിസ് ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്യുക. ഇൻ്റർനെറ്റ് എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അത് മാറ്റി വോയിസ് ഇൻ്റർനെറ്റ് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം അത് സേവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ആപ്ലിക്കേഷൻ എന്ന ടാബ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ SIP എന്നൊരു പ്രോട്ടോക്കോൾ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ഡിസേബിൾ ആയിരിക്കും. അത് എനേബിൾ ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ഓക്കെ, അതിന് മുകളിൽ ആ ഒരു സബ് ടാബിനകത്ത് VoIP എന്നുണ്ടാവും. അടുത്തത് ആ ഒരു VoIP എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. അതിൽ സെർവർ ടൈപ്പ് എന്നുള്ളത് നമ്മൾ IMS SIP അത് മാറ്റിയതിന് ശേഷം സോഫ്റ്റ് സ്വിച്ച് SIP എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, SIP രജിസ്റ്റർ അഡ്രസ്സ് കേരളവിഷൻ ആയതുകൊണ്ട് sip.keralavisionisp.com അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. sip.keralavisionisp.com. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡറിയും അതേ സെയിം sip.keralavisionisp.com, പ്രൈമറി പ്രോക്സിയും സെയിം. അതിനുശേഷം സബ്സ്ക്രൈബ് ടിക്കാണോ എന്ന് ഉറപ്പ് വരുത്തുക. എനേബിൾ ഔട്ട്ബൗണ്ട് പ്രോക്സി ടിക്ക് ചെയ്യുക. ഔട്ട്ബൗണ്ട് പ്രോക്സിയും സെയിം അഡ്രസ്സ്, SIP ഡൊമൈനും സെയിം ആണ്. അതുപോലെ തന്നെ സെഷൻ ടൈമർ നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയേക്കുക. അതുപോലെ തന്നെ സെക്കൻഡറി SIP പ്രോക്സി നമ്മളൊന്നും ചെയ്യേണ്ട, അവിടെ ബ്ലാങ്കായിട്ട് വിടുക. ഓക്കെ, അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രോഡ്ബാൻഡ് യൂസർ ID അതാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അക്കൗണ്ട് നെയിമിൻ്റെ അവിടെയും ബ്രോഡ്ബാൻഡ് യൂസർ ID, അക്കൗണ്ട് പാസ്വേഡിൻ്റെ അവിടെ ബ്രോഡ്ബാൻഡ് പാസ്വേഡ് കൊടുക്കുക, സേവ് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് സെറ്റിങ്സിൽ ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ സ്റ്റാറ്റസ് നോക്കുക. സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം VoIP ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ VoIP സർവീസ് സ്റ്റേറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. വോയിസ് സർവീസ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റേർഡ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ റൗട്ടറിൽ ചെയ്യാനുള്ള സെറ്റിങ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് ഫോൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ആപ്പ് ഉണ്ട്, കേരളവിഷൻ വോയിസ് എന്ന് പറഞ്ഞിട്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ എടുത്തേക്കുന്ന പ്ലാൻ ഏതാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ സെൽഫ് കെയർ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലാൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. അല്ലെ, വോയിസ് LCO കോംബോ പ്ലാൻ FUP 20 MBPS 400 GB അത് LCO തന്നെ സെലക്ട് ചെയ്ത പ്ലാനാണ്. ഓക്കെ, അടുത്തത് മുതൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ നമുക്ക് റീചാർജ് ചെയ്യാം. നമുക്കിതിലും ഫസ്റ്റ് ഏത് വേണമെങ്കിലും റീചാർജ് ചെയ്യാമായിരുന്നു. ഞാൻ LCOയോട് പറഞ്ഞ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലാൻ എടുത്തോ, എനിക്ക് വോയിസ് ആക്റ്റീവായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആളൊരു പ്ലാനിങ് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് വോയിസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.